ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജിയോയിഡ്. ഞങ്ങൾ ഇന്നലെ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്നു. അതായത് ഈ വരുന്ന സെപ്റ്റംബർ മുതൽ ഞങ്ങൾ SSCക്കും കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഓവർവെൽമിങ്ങും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറേ പേരുടെ സംശയമായിരുന്നു, എന്താണ് SSC, എന്താണ് ഇതിലടങ്ങുന്ന ഒരു എക്സാമിൻ്റെ ഒരു സ്ട്രക്ചർ, എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ്, ഞങ്ങളെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഈ എക്സാമിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കാൻ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഓക്കെ, സോ ഈ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അഥവാ SSC സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജോബ് വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി എക്സാമിനേഷൻ സീരീസ് നടത്തുന്ന ഒരു കമ്മീഷനാണ് കേട്ടോ. അപ്പോൾ SSC എല്ലാ വർഷവും അനേകം എക്സാംസ് നടത്താറുണ്ട്. അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയവ ഏതൊക്കെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ SSC നടത്തുന്ന ഒരു ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ് SSC CGL. ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് കേട്ടോ. അത് ഏത് സ്ട്രീമിൽ നിന്ന് ആയിക്കോട്ടെ നിങ്ങൾക്ക് SSC അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒന്നോ രണ്ടോ പോസ്റ്റുകൾക്കൊഴികെ ബാക്കി ഏത് പോസ്റ്റിനും ഇന്ന സബ്ജക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. CGL പോലെ തന്നെ SSC എല്ലാ വർഷവും ഒരു +2 ലെവൽ ക്വാളിഫിക്കേഷണൽ എക്സാം നടത്താറുണ്ട്. അതാണ് CHSL. അതുപോലെ തന്നെ ഒരു 10th ലെവൽ എക്സാം നടത്താറുണ്ട്. അതാണ് MTS. ഓക്കെ, ഈ SSC എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏതൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് കാത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ SSC ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന പോസ്റ്റുകളുടെ പേരുകൾ, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, സെൻട്രൽ എക്സൈസ് ബ്യൂറോയിൽ ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ മിനിസ്ട്രീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ 2 ഗസറ്റഡ് പോസ്റ്റുകളും ഉണ്ട് CGL റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അവ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസറും അസിസ്റ്റൻറ്റ് ഓഡിറ്റ് ഓഫീസർ എന്ന് പറയുന്ന 2 പോസ്റ്റുകൾക്ക്, അതും ഗസറ്റഡ് പോസ്റ്റാണ്, ഗ്രൂപ്പ് B പോസ്റ്റാണ് അവ. ഓക്കെ, നമ്മളപ്പോൾ എക്സാമിൻ്റെ സിലബസിലേക്ക് കിടക്കുകയാണെങ്കിൽ 4 സബ്ജക്ട്സാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ്, പിന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, പിന്നെ ജനറൽ അവെയർനെസ് അഥവാ GK, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും. Tier 1ലും Tier 2ലും ഈ 4 സബ്ജക്ട്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ Tier 1ൽ 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, ക്യാരിയിങ് 2 മാർക്സ് ഈച്ച്. അപ്പോൾ 200 മാർക്സിനായിരിക്കും Tier 1 ടോട്ടൽ ഉണ്ടാവുക. ഇതിനൊരു കട്ട് ഓഫ് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇത് ക്ലിയർ ചെയ്യുന്ന സ്റ്റുഡൻസ് Tier 2ന് എലിജിബിൾ ആണ്. പിന്നെ ഈ Tier 2 ആണ് നമ്മുടെ മെറിറ്റ് ഫൈനൽ ലിസ്റ്റിൽ കൗണ്ട് ചെയ്യുന്ന മാർക്സ് വരിക. Tier 2 390 മാർക്സ് ആണ് ടോട്ടൽ വരിക. അതേപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റ് ഉണ്ട്, അതായത് അതൊരു ക്വാളിഫയിങ് പേപ്പറാണ്, ബേസിക് കമ്പ്യൂട്ടർ നോളേജ്. അതുപോലെ തന്നെ ഒരു ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട്. 15 മിനിറ്റിനുള്ളിൽ 2000 കീ കംപ്രഷൻസ്, അതായത് ഒരു 35 വേർഡ്സ് പെർ മിനിറ്റ് എന്ന റേറ്റിൽ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ്, അതും ഒരു ക്വാളിഫയിങ് ടെസ്റ്റാണ് കേട്ടോ. ഈ എല്ലാ എക്സാംസും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അതായത് ഡിസ്ക്രിപ്റ്റീവ് അല്ല, നിങ്ങൾക്ക് എഴുതേണ്ടതല്ല, എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർവ്യൂ ഒന്നുമില്ല, പക്ഷേ ചില പോസ്റ്റുകൾ, ഇൻസ്പെക്ടർ പോസ്റ്റുകൾക്ക് ഫിസിക്കൽ പാസ്സാവേണ്ടതുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 1 മൈൽ റണ്ണ് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു 8 കിലോമീറ്റർ സൈക്ലിംഗ് ഇൻ ഹാഫ് ആൻ അവർ, അതൊക്കെയാണ് ഫിസിക്കൽ ഐറ്റംസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ്, ചെസ്റ്റ്, ഹൈറ്റ്, അങ്ങനെ കുറച്ച് റിക്വയർമെൻറ്റ്സും ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഈ എക്സാമിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ബേസിക് ഡീറ്റെയിൽസ്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കും ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി സ്വന്തമാക്കാം. അപ്പോൾ എങ്ങനെയാ, ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയല്ലേ? സെപ്റ്റംബറിൽ ജിയോയിഡിൻ്റെ പുതിയ SSC ബാച്ച് സ്റ്റാർട്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് അഡ്മിഷൻസിനും വേറെ എന്ത് സംശയങ്ങൾക്കും വേണ്ടിയും ഞങ്ങളുടെ അടുത്ത് എൻക്വയറി ചെയ്യാം. ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്.